ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാലത്ത് പാടത്തും പറമ്പിലും എല്ലാം വള്ളിപ്പടർപ്പൂ പോലെ കണ്ടുവന്നിരുന്ന കാക്കപ്പൂവ് ഇന്ന് ഹൈബ്രിഡ് ഇനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കളറുകളിൽ കണ്ടുവരുന്ന കാക്കപ്പൂവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമ്മുടെ എല്ലാം നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഈ പൂവിനെ കാക്കപ്പൂ എന്നും കിണ്ടിപ്പൂ എന്നൊക്കെ പേരുകളുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു നാട്ടുചെടി ഹൈബ്രിഡ് ഇനത്തിലേക്ക് മാറിയപ്പോൾ ആ ചെടിയുടെ പേരിലും മാറ്റം വന്നു. ആ പേരാണ് ടൊറേനിയം. ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ചെടി നിറയെ പൂക്കൾ വരുന്നത്. ഓണപ്പൂക്കളത്തിൽ പ്രധാനമായ ഒന്നാണ് കാക്കപ്പൂവ്. നല്ല രീതിയിൽ ജലം ലഭിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ നിറയെ പൂക്കളോടുകൂടി നമുക്ക് ഈ ചെടിയെ കാണാൻ കഴിയുകയുള്ളൂ. വയലിൽ വളരുന്ന പൂക്കൾക്കാണ് വീട്ടിൽ വളരുന്ന പൂക്കളെക്കാളും വലിപ്പം കൂടുതൽ ഉണ്ടാവുക. ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ചെറിയ അറകൾ ഇവയുടെ സമീപത്തെത്തുന്ന സൂക്ഷ്മജീവികളെ ഭക്ഷിക്കുന്നു. അതോടൊപ്പം മണ്ണിലെ പോഷകങ്ങൾ വേരിലൂടെ വലിച്ചെടുക്കുകയും ചെയ്യും. ഹൈബ്രിഡ് ഇനത്തിലെ ചെടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചകിരിച്ചോറ്, ചാണകം, മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത്. ഈ ചെടി തണ്ട് മുറിച്ച് വെച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പൂ വന്നു കഴിഞ്ഞ ഭാഗം നമ്മൾ 2 ഇല താഴ്ത്തി മുറിച്ച് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ചെടി ഇതേപോലെ ബുഷിയായിട്ട് വരുന്നതാണ്. നമ്മൾ മുറിച്ച് മാറ്റിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തളിർപ്പുകൾ വന്ന് അതിനകത്ത് വീണ്ടും മൊട്ടുകളും പൂക്കളും വന്ന് നിറയും. പല നിറത്തിൽ പൂക്കൾ വരുന്ന ഈ ചെടികൾ ഇന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. അതിനകത്ത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും 2 ചെടികളുണ്ടെങ്കിൽ നമുക്ക് അതിനെ പരാഗണം നടത്തിയിട്ട് പുതിയ പുതിയ കളറുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പൂമ്പാറ്റകളും തുമ്പികളും ചെറിയ പക്ഷികളും വഴി സാധാരണ രീതിയിൽ പരാഗണം നടന്ന് നമുക്ക് പുതിയ പുതിയ കളറുകളിലുള്ള പൂക്കൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഒരു ചെടിയുടെ പൂവിൽ നിന്നും അതിലെ പൂമ്പൊടി നമുക്കൊരു ഈർക്കിൾ വഴിയെടുത്ത് മറ്റൊരു ചെടിയിലെ പൂവിലേക്ക് ക്രോസ് ചെയ്തിട്ട് പുതിയ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കും കഴിയും. ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് വിത്തുകളെല്ലാം രൂപപ്പെടും. ആ വിത്തുകൾ പാകി മുളപ്പിച്ചും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കമ്പ് കുത്തിപ്പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ചെടികളെക്കാളും വിത്ത് പാകി ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾക്കാണ് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവുക. ഈ ചെടിയുടെ ഇലകളിലും മൊട്ടുകളിലുമാണ് വളരെ പെട്ടെന്ന് അണുബാധ നമുക്ക് കാണാൻ കഴിയുക. ആ ഒരു സമയത്ത് നമ്മൾ വേപ്പെണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പൂക്കളിലേക്കൊന്നും ആവാത്ത രീതിയിൽ വേണം കേട്ടോ വേപ്പെണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. കുറഞ്ഞ പരിചരണത്തിൽ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.